ടു കോമേഴ്സ് ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങൾ ലൈവിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവം, അതേപോലെ തന്നെ നമ്മുടെ ലൈവിന് ശേഷമുള്ള നമ്മുടെ കോമന്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ അതിലും എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ മിസ്സേ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ റെഡി അല്ല എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം? ആദ്യം മിസ്സിൻ്റെ ടോപ്പിക്സ് എന്നുള്ള എല്ലാ ഡയഗ്രാംസും ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ വിഷ്ണു സാറിൻ്റെ പോർഷൻസ് എന്നുള്ളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് എന്താ മൈക്രോ എക്കണോമിക്സിലെ ഡയഗ്രാംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ അല്ല, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ PPC അല്ലെങ്കിൽ എന്താ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് എന്താണ് PPF, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയും. എന്താണ്? ഒരു കോൺകേവ് ഷേപ്പിലാണ് എന്തുള്ളത്? നമ്മുടെ PPC ഉള്ളത് അല്ലേ? ഒരു കോൺകേവ് ഷേപ്പിലാണ്. ഇതിനകത്ത് എന്താ കാണിക്കുന്നത്? ഈ ഒരു ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ആയിരിക്കും. എത്ര അളവിൽ, എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആ ടു ഗുഡ്സ് ഉണ്ടാക്കി നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് നമ്മൾ എത്ര അളവിൽ നമ്മൾ എന്താ ആ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് നിർമ്മിച്ചു എന്ന് നമ്മൾ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ PPC അല്ലെങ്കിൽ PPF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കോൺകേവ് ഷേപ്പിലാണ്. ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. സിമ്പിളാണ്. നമ്മുടെ എന്താ ഇൻഡിഫറൻസ് കർവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താന്ന് പറയുന്നത് നമ്മുടെ PPC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നീങ്ങുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അല്ലേ? ആ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് എന്താ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്? അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? IC എന്ന് പറയും അല്ലേ? ഇൻഡിഫറൻസ് കർവ്, IC കർവ് എന്ന് പറയും. എന്താണ്? ഒരു കോൺവെക്സ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. കോൺവെക്സ് ഷേപ്പ് നോക്കിക്കേ. യെസ്, ദേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ C പോലെ ഒരു കോൺവെക്സ് ഷേപ്പിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഇരിക്കുന്നത്. നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്താണ് ഈ ഒരു ഗ്രാഫിൽ നമ്മുടെ കൺസ്യൂമർ ഏത് ബണ്ടിൽ എടുത്തോട്ടെ, അതേ നോക്കിയേ, ഇവിടുത്തെ നോക്കിയേ, ഈ A എന്ന ബണ്ടിൽ എടുത്തോട്ടെ അല്ലെങ്കിൽ ഈ B എന്ന ബണ്ടിൽ എടുത്തോട്ടെ, കൺസ്യൂമറിന് എന്താണ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. ഏതെടുത്താലും എന്താ സെയിം സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. അതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡിഫറൻസ് കർവിൽ എന്താണ് നമുക്കറിയാം. നോക്കിയേ, ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ട് ഇതിലെന്താ ഒരുപാട് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ വരും. കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. IC1 വരും, IC2 വരും, IC3 വരും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നാ ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ആൻഡ് നമ്മൾ അടുത്ത് നോക്കുക, നമ്മുടെ ചാപ്റ്ററിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവമാണ് എന്താണ് ബഡ്ജറ്റ് ലൈനിൻ്റെ ഗ്രാഫ്. ഇത് നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന സംഭവമാണ്. നോക്കിയേ, ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണ്. ഇങ്ങനെയുള്ള സംഭവം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? P1x1 + P2x2 = M. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണെന്ന് വിചാരിക്കുക, കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ. ആ കൺസ്യൂമർ ബഡ്ജറ്റിന് എന്താ നമ്മൾ ആ കംപ്ലീറ്റ് 1000 രൂപ ഉപയോഗിച്ച് എന്താ നമ്മൾ രണ്ട് ഗുഡ്സ്, നമ്മുടെ X1 X2 എന്ന് പറഞ്ഞാൽ രണ്ട് ഗുഡ്സ് നമ്മൾ അങ്ങ് മേടിക്കുകയാണ്. അതാണ് നമ്മുടെ P1x1 + P2x2 = M എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് ഇത്? നമ്മുടെ X ആക്സിസ്, ഇത് നമ്മുടെ Y ആക്സിസ്. X ആക്സിസിൽ എന്താണ് കാണിക്കുന്നത്? ഗുഡ് 1 ആണ് കാണിക്കുന്നത്. നമ്മുടെ Y ആക്സിസിൽ ഗുഡ് 2 ആണ് കാണിക്കുന്നത്. അതേപോലെ എന്താ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ X ആക്സിസിൽ മുട്ടുന്ന ആ ഒരു പോയിന്റ്, ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അതിൻ്റെ ഇക്വേഷൻ ആണ് എന്താ M/P1 എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ എന്താണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ Y ആക്സിസിൽ മുട്ടുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ആണ് M/P2 എന്ന് പറയുന്നത്. അതായത് M/P1 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺസ്യൂമർ 1000 രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് എങ്കിൽ 1000 രൂപ ഉപയോഗിച്ച് എന്താ ഗുഡ് 1 മേടിക്കുകയാണ്. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അഥവാ M/P2 എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമർ 1000 രൂപ ഉപയോഗിച്ച് എന്താണ് ഗുഡ് 2 മാത്രമാണ് മേടിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഇനി നോക്കുന്നതാണ് എന്താന്ന് പറയുന്നത് ബഡ്ജറ്റ് സെറ്റിലെ മാറ്റങ്ങൾ. രണ്ട് മാറ്റങ്ങളാണ് ഇൻകവും പ്രൈസും. ഇൻകം കൂടാം കുറയാം. പ്രൈസ് എന്ന് പറയുന്നത് എന്താ? ഗുഡ് 1ന്റെ പ്രൈസ് കൂടാം, ഗുഡ് 1ന്റെ പ്രൈസ് കുറയാം. ഗുഡ് 2ന്റെ പ്രൈസ് കൂടാം, ഗുഡ് 2ന്റെ പ്രൈസ് കുറയാം. ഓക്കെ, അപ്പോൾ ഇൻകം എന്താ? ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇൻകം കൂടിയാൽ അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റ് വേർഡ്സിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്ന അപ്വേർഡ് ഷിഫ്റ്റ് അല്ലേ? നമുക്ക് എന്താ പറയാം? അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താ സംഭവിക്കുക? ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടും മക്കളെ. ഓക്കെ, നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മളത് സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ അളവ് എന്താ സംഭവിക്കുക? അതും കൂടും അല്ലേ? അതുപോലെ ഇൻകം കുറയുമ്പോൾ എന്താണ്? ലെഫ്റ്റിലേക്കായിരിക്കും ഷിഫ്റ്റ്. എന്താണ്? ഡൗൺവേർഡ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഡൗൺവേർഡ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇൻകം കുറയുമ്പോൾ എന്താ മക്കളെ സംഭവിക്കുക? ക്വാണ്ടിറ്റി ഡിമാൻഡും കുറയും. ഓക്കെ ഓക്കെയല്ലോ, ഗ്രാഫ് കണ്ടല്ലോ. യെസ്, ആൻഡ് ഇനി അടുത്ത് എന്താണ്? ഗുഡ് 1ന്റെ പ്രൈസ് കൂടും കുറയും, ഗുഡ് 2ന്റെ പ്രൈസ് കൂടും കുറയുന്ന സിറ്റുവേഷൻ. ഗുഡ് 1ന്റെ പ്രൈസ് കൂടിയാൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു സാധനത്തിൻ്റെ പ്രൈസ് കൂടി എന്താ നമ്മളത് മേടിക്കുന്നതിൻ്റെ അളവ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? കുറയും. അതേസമയം നോക്കിയേ, നമ്മളെ നേരത്തെ നമ്മൾ ഗുഡ് 1 ഇത്രയും മേടിക്കുമായിരുന്നു. ഇതാണ് നമ്മൾ ഗുഡ് 1ന്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് നമ്മൾ ഇത്രയും മേടിക്കത്തുള്ളൂ. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, നോക്കിയേ, Qവിൽ നിന്ന് Q1 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ആൻഡ് എന്താണ്? ഇനി ഗുഡ് 1ന്റെ പ്രൈസ് കുറയുവാണെങ്കിൽ എന്താ? ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. നമ്മൾ മേടിക്കുന്നതിൻ്റെ അളവ് കൂടും അല്ലേ? കറക്റ്റാണ്. ഇനി ഗുഡ് 2ൻ്റെയോ സെയിം അവസ്ഥ തന്നെ. ഗുഡ് 2ൻ്റെ പ്രൈസ് കൂടുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ഗുഡ് 2ൻ്റെ പ്രൈസ് കുറയുവാണെങ്കിൽ എന്താ? ക്വാണ്ടിറ്റി ഡിമാൻഡ്
കൂടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഗ്രാഫ് നോക്കിക്കോളൂ, കണ്ടോളൂ. യെസ് മിസ് ഇച്ചിരി മാറിയേക്കാം. ഓക്കെ യെസ്. ആൻഡ് ഇനി അടുത്താണ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയും. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? നമ്മുടെ ബഡ്ജറ്റ് ലൈനും അതേപോലെ ഇൻഡിഫറൻസ് കർവും ടാൻസെന്റ് ആവുന്ന പോയിന്റ്, ഈക്വൽ ആവുന്ന, കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലായിരിക്കും എന്താന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമറിന് മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ കൺസ്യൂമറിന് കിട്ടുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്നും നമ്മൾ ഇതിനെ വിളിക്കുന്നതാണ്. ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത്. ഇതേ നോക്കിയേ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇവിടെ കുറേ ഡിഫറൻസ് കർവ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ്, ഈ പോയിന്റിനാണ് നമ്മൾ എന്താ പറയുന്നത് ഇക്വിലിബ്രിയം, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ IC2 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. IC2ലാണ് എന്തെന്ന് പറയുന്നത് കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ്. IC3 എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ബഡ്ജറ്റും കഴിഞ്ഞ് അങ്ങ് പോയി. IC1 എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ബഡ്ജറ്റിലും കുറവാണ്. ഓക്കെ യെസ്, കൺസ്യൂമറിന് മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആൻഡ് അടുത്താണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ പ്രൈസും അതേപോലെ എന്താ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ എന്താ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലേ. അതായത് എന്താണ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അത് കാണിക്കുന്ന ഗ്രാഫാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. നോക്കിയേ ഇതും എന്താണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെ ഒരു ഷേപ്പാണ് അല്ലേ. അത് നോക്കിയേ നമ്മുടെ പ്രൈസ് ആദ്യം ഇതായിരുന്നു പ്രൈസ്. ഓക്കെ ആ പ്രൈസ് കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ്, നമ്മൾ മേടിക്കുന്നതിൻ്റെ അളവ് എന്താ സംഭവിച്ചത്? മേടിക്കുന്നതിൻ്റെ അളവ് കൂടി. ഇനി പ്രൈസ് കൂടിയെന്ന് വിചാരിക്കുക, പ്രൈസ് കൂടിയപ്പോൾ എന്താ സംഭവിച്ചത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അത്രയേ ഉള്ളൂ ഡിമാൻഡ് കർവിൽ പറയുന്നത്. ആൻഡ് ഇനി നമ്മൾ നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നാണ് നോക്കുന്നത്. മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ഉണ്ട്, അതുപോലെ എന്താണ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് ഉണ്ട്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ള ഡിമാൻഡ് കർവിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരാം. ഇനി ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് മുകളിലോട്ട് പോകാം, താഴോട്ട് പോകാം, റൈറ്റിലേക്ക് പോകാം, ലെഫ്റ്റിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ യെസ് നോക്കിയേ നമ്മുടെ ഡിമാൻഡ് കർവിൽ തന്നെ മാറ്റം, പ്രൈസ് കൂടുവാണ്. ഡിമാൻഡ് കർവിൽ തന്നെ പ്രൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. ആൻഡ് അതേസമയം പ്രൈസ് കുറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ, പ്രൈസ് കുറഞ്ഞപ്പോൾ എന്താ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. യെസ് സിമ്പിൾ. ആൻഡ് അടുത്ത് നമ്മൾ നോക്കുന്നതാണ് എന്താ ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. എന്താണ് ഡിമാൻഡ് കർവിൽ തന്നെ ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. ഡിമാൻഡ് കർവ് എന്താണ് അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ആണ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? യെസ് നോക്കിയേ നമ്മുടെ പ്രൈസിൽ വലിയ മാറ്റമൊന്നുമില്ല. ഡിമാൻഡ് കർവ് എന്താ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഡിമാൻഡ് കൂടി. ആൻഡ് ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് അതായത് ഡൗൺവേർഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് കുറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെ നമ്മുടെ ഗ്രാഫാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ നമുക്ക് 5 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ED = ഇൻഫിനിറ്റി എന്ന് പറയും. നോക്കിയേ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഈ ഒരു ഗ്രാഫ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓർക്കുക നമ്മുടെ ടീയുടെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി എന്താ സംഭവിക്കുക? ടീയുടെ ഡിമാൻഡ് ഭയങ്കര ഇൻഫിനിറ്റ് ചേഞ്ച് അല്ലേ ഉണ്ടായിരിക്കുക. കാരണം എന്താ ആളുകളെല്ലാം കോഫിയിലേക്ക് മാറും. ആൻഡ് അടുത്താണ് എന്താണെന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് ED > 1 എന്നാണ് പറയുന്നത്. അതായത് എന്താണ് നമ്മുടെ പ്രൈസിൽ വളരെ ചെറിയ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ, പക്ഷേ എന്താ ഡിമാൻഡിൽ നല്ല ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്താ ED = 1 യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. എന്താണ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡയഗ്രത്തിൻ്റെ. ഓക്കെ അതായത് എന്താണ് നമ്മുടെ പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിക്കോട്ടെ, ആ സെയിം ചേഞ്ച് എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ഡിമാൻഡിലും ഉണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത് ED <1 ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് പ്രൈസിൽ എന്താ ഭയങ്കര വ്യത്യാസം വന്നു, പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഡിമാൻഡിൽ വലിയ വ്യത്യാസം വരത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറണ്ട് ചാർജ് കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുമോ? ഒരിക്കലും ഇല്ല. അതിൻ്റെ യൂസേജ് ചിലപ്പോൾ കുറച്ചു എന്ന് വിചാരിക്കും അല്ലേ. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്താണെന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ED = 0 വരും. എക്സാമ്പിൾ എന്താ നിങ്ങൾക്ക് ഇൻസുലിൻ എടുക്കാം. ഇൻസുലിൻ്റെ റേറ്റ് എത്ര കൂടിയാലും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ
അത് ഉപയോഗിക്കാണ്ടിരിക്കുമോ? ഇല്ല. എന്താണ് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും കുറയത്തില്ല. അത് നോക്കിയേ, ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പാരലൽ ടു വൈ ആക്സിസ് ആണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുന്നതാണ് എന്താ, മാർക്കറ്റ് ഇക്വിലിബ്രിയം. നമ്മുടെ 5th ചാപ്റ്ററാണ്. അതിലെന്താണ് നമുക്ക് ഫസ്റ്റ് വേണുള്ളത്, മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന, മാർക്കറ്റ് ഡിമാൻഡും അതേപോലെ എന്താണ് മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതിലെന്താണ് ഈ സൈഡിൽ നമ്മുടെ വൈ ആക്സിസിൽ പ്രൈസ് ആണുള്ളത്, പ്രൈസിന് ഇക്വിലിബ്രിയം പ്രൈസിന് നമ്മൾ പി സ്റ്റാർ എന്നും, അതേപോലെ എക്സ് ആക്സിൽ നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണുള്ളത്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിനെ ക്യൂ സ്റ്റാർ എന്നുമാണ് വിളിക്കുന്നത്. ഇതിലെന്താണ് നമുക്ക് ഒരുപാട് ഗ്രാഫുകളുണ്ട്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ആ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെ നമുക്ക് എന്താ 3 ഉണ്ട്. ഡിമാൻഡിൽ മാത്രം ഷിഫ്റ്റ് വരാം, സപ്ലൈയിൽ മാത്രം ഷിഫ്റ്റ് വരാം, ആൻഡ് ഒരേപോലെ എന്താ സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈയും വരാം. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നതാണ് എന്താ, നമ്മുടെ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പക്ഷേ സപ്ലൈയിൽ ഒരു മാറ്റവും ഇല്ല. ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക, ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുകളിലേക്ക് അല്ലേ, അപ്വേർഡ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, പ്രൈസ് കൂടും. അപ്പോൾ എന്താ സംഭവിക്കുക, ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടി. ഓക്കെ, ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രൈസ് കൂടി, ഒപ്പം ആരും കൂടി, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. ഡിമാൻഡിൽ ഷിഫ്റ്റ് വന്നാൽ അതെല്ലാം എന്താ, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഡിമാൻഡ് കർവ് എന്താ, ലെഫ്റ്റിലേക്ക് പോയി, താഴേക്ക് പോയി, ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. അപ്പോൾ എന്താ, പ്രൈസ് കുറഞ്ഞു, അപ്പോൾ ആരും കുറഞ്ഞു, ക്വാണ്ടിറ്റി ഡിമാൻഡും കുറഞ്ഞു. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ആൻഡ് ഇനി നമ്മൾ അടുത്ത നോക്കുന്നതാണ് എന്താ, സപ്ലൈയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ്. സപ്ലൈ കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ എന്താണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് രണ്ടുപേരുള്ളത്. പ്രൈസ് എന്താ, പ്രൈസ് കുറഞ്ഞു, അപ്പോൾ എന്താ സംഭവിച്ചത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. കണ്ടോ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇനി എന്താ, നമ്മുടെ സപ്ലൈ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിച്ചത്, പ്രൈസ് എന്ന് പറയുന്നത് കൂടി, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്താ സംഭവിച്ചത്, കുറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി എന്താ, സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് ആണ് നോക്കുന്നത്. രണ്ട് ഡിമാൻഡും സപ്ലൈ എന്താ, റൈറ്റിലേക്ക് ഒരേപോലെ ഷിഫ്റ്റ് ചെയ്തു. ഡിമാൻഡും റൈറ്റിലേക്ക്, അതേപോലെ സപ്ലൈ റൈറ്റിലേക്ക്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് കൂടാം, കുറയാം, അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. പ്രൈസ് എന്ന് പറയുന്നത് കൂടാം, കുറയാം, അൺചേഞ്ച്ഡ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എപ്പോഴും കൂടി തന്നെ ഇരിക്കും, എപ്പോഴും അത് കൂടി തന്നെ ഇരിക്കും. ഓക്കെ, ഡിമാൻഡും സപ്ലൈയും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി ഡിമാൻഡും സപ്ലൈയും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്താണ്, പ്രൈസ് കൂടാം, കുറയാം, പ്രൈസ് കൂടാം, കുറയാം, അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കാം. പക്ഷേ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ സംഭവിക്കുക, കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, എപ്പോഴും കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്, ഡിമാൻഡും സപ്ലൈയും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി എന്താണ്, നമ്മുടെ സപ്ലൈ ലെഫ്റ്റിലേക്കും ഡിമാൻഡ് റൈറ്റിലേക്കും. വാവ്, രണ്ടുപേരും ആ വഴി ഈ വഴി, കണ്ടം വഴി. ഓക്കെ, ഡിമാൻഡ് എന്താ, റൈറ്റിലേക്ക് പോയി, സപ്ലൈ ലെഫ്റ്റിലേക്കും പോയി. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും കൂടി തന്നെ ഇരിക്കും. പക്ഷെ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടാം, കുറയാം, അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കാം. പക്ഷേ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താ, എപ്പോഴും കൂടി തന്നെ ഇരിക്കും. പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും കൂടി തന്നെ ഇരിക്കും. ഓക്കെ, ആൻഡ് എന്താണ്, സപ്ലൈ റൈറ്റിലേക്കും ഡിമാൻഡ് ലെഫ്റ്റിലേക്കും. വീണ്ടും അതാ കിടക്കുന്നു. ഓക്കെ, സപ്ലൈ റൈറ്റിലേക്കും ഡിമാൻഡ് ലെഫ്റ്റിലേക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ സംഭവിക്കുക മക്കളെ, കൂടാം, കുറയാം, അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കാം. പക്ഷേ എന്താണ്, നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും കുറഞ്ഞു തന്നെ ഇരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ, അല്ലല്ല കഴിഞ്ഞില്ല, നമ്മുടെ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും ഉണ്ട്. പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കൺസ്യൂമേഴ്സിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പർ ലിമിറ്റ് വെക്കുകയാണ്. കാരണം എന്താ, എല്ലാവർക്കും ഒരേപോലെ ആ ഒരു ഗുഡ്സ്, ഇപ്പോൾ റൈസിൻ്റെ വില ഭയങ്കരമായിട്ട് കൂട്ടി, അത്ര എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഗവൺമെൻറ്റിന് തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് വെക്കാണ്, ഒരു അപ്പർ ലിമിറ്റ് വെക്കുകയാണ്. ഇത് നോക്കിയാൽ നേരത്തെ അരിയുടെ വില എന്ന് പറയുന്നത് 100 രൂപയെന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗവൺമെൻറ് മനസ്സിലായി. ഗവൺമെൻറ് എത്രയാക്കിയത്, 50 രൂപയാക്കി ചുരുക്കി. 50 രൂപ വരെ മാക്സിമം പോകാം, അതിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ എന്ത് വെക്കുകയാണ്, ഒരു അപ്പർ ലിമിറ്റ് വെക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മുടെ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നോക്കി, ഇതാണ് നമ്മുടെ പ്രൈസ് സീലിങ്ങിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഈ പ്രൈസ് സീലിംഗ് കാരണം എന്താ സംഭവിക്കുക, എക്സസ് ഡിമാൻഡ് വരും. കാരണം എന്താ, പ്രൈസ് കുറയുമ്പോൾ ആളുകൾ അത് മേടിക്കുന്നതിൻ്റെ അളവ് കൂടും. ഓക്കെ, യെസ്. റേഷൻ ഷോപ്സിലൂടെയാണ് പ്രൈസ് സീലിംഗ് നമ്മൾ റെഡിയാക്കുന്നത്. ഓക്കെ, ആൻഡ് എന്താണ്, അതിന് കോൺസിക്വൻസസ് ഉണ്ട്. എന്താണ്, ബ്ലാക്ക് മാർക്കറ്റ് ആൻഡ് ലോങ് ക്യൂ. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്താ, പ്രൈസ് ഫ്ലോർ എന്ന് പറയും. തറ വില അല്ലേ, ഫ്ലോർ പോലെ തന്നെ തറ. എന്താ, നമ്മളൊരു ലോവർ ലിമിറ്റ് വെക്കുകയാണ്. എന്താണ്, ലോവർ ലിമിറ്റ്. നമ്മൾ കർഷകരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് കൊണ്ടുവന്നത്. നമുക്കറിയാം എന്താണ്, ഒരു ടൺ അരിക്ക് 2000 രൂപയാണ് നമ്മുടെ വെച്ചത്. പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. 2000 രൂപയാണ് വെച്ചത്. അപ്പോൾ ഗവൺമെൻറ് തോന്നുന്നത് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗവൺമെൻറ് എന്ത് പറഞ്ഞു, കുറഞ്ഞത് 4000 രൂപയെങ്കിലും വേണമെന്ന് പറഞ്ഞൊരു ലോവർ ലിമിറ്റ് വെക്കുകയാണ്. അതാണ് നമ്മുടെ പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇത് കാരണം എന്താ സംഭവിക്കുക, എക്സസ് സപ്ലൈ വരും. കാരണം എന്താ, ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ
എന്താ കർഷകർക്ക് ഭയങ്കര മോട്ടിവേഷനായി കുറേ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താ ഇവർ നമ്മുടെ ഗവൺമെൻറ് സൂക്ഷിച്ച് വെക്കും. കാരണം എന്താ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ പട്ടിണിയോ ഫാമൈൻ അങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്രോ എക്കണോമിക്സിലും മിസ്സിൻ്റെ പോർഷൻസിലുള്ള ഗ്രാഫുകൾ കഴിഞ്ഞു. ഇനി നമ്മുടെ മാക്രോയിൽ മിസ്സിൻ്റെ പോർഷൻസിൽ നമ്മുടെ ഓപ്പൺ എക്കോണമിയിലുള്ള കുറച്ച് ഒരു 2 ഗ്രാഫ് മാത്രമേ നമുക്കുള്ളൂ. ഫസ്റ്റ് വൺ ആണ് എന്താ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. എന്താണ് ഇവിടെ ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ ഇക്വിലിബ്രിയം പോലത്തെ തന്നെ ഗ്രാഫ് തന്നെ ഇത് നോക്കി, ഈ ഒരു പോയിന്റ് അല്ലേ, ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മുടെ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിമാൻഡും എക്സ്ചേഞ്ച് റേറ്റ് സപ്ലൈയും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് ആണെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ സപ്ലൈ നമ്മുടെ ഡിമാൻഡ് ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഓക്കെ, ഇനി അടുത്താണ് എന്താ മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഇവിടെ ആർക്കൊക്കെ ഇതുണ്ട്, നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസ് ആയിരിക്കും ആദ്യം എല്ലാം ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം എല്ലാം ഫിക്സ് ചെയ്യുന്ന ആരാണ്? മാർക്കറ്റ് ഫോഴ്സസ്, ഇക്വിലിബ്രിയം. ഓക്കെ, മാർക്കറ്റ് ഫോഴ്സസ് ആണ് എല്ലാം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് തോന്നുവാണ് ഇത് പോരാ, ഇച്ചിരിയും കൂടെ പ്രൈസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത്? അവർ പ്രൈസ് കൂട്ടും. ഗവൺമെൻറ് എന്തിലാണ് ഇതിൽ ഇൻ്റർവീൻ ചെയ്യും. ഓക്കെ, ആൻഡ് പ്രൈസ് ഭയങ്കര കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് കൂട്ടും, പ്രൈസ് ഭയങ്കര കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് കുറയ്ക്കും. അതാണ് നമ്മൾ നോക്കിയേ, ഇങ്ങനെ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും അവർ വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ മിസ്സിൻ്റെ പോർഷൻസിൽ നിന്നുള്ള. ഇനിയുള്ളത് വിഷ്ണു സാർ വന്ന് റെഡിയാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം കുറേ ചാപ്റ്റേഴ്സിലെ കണ്ടു, ഗ്രാഫ്സ് കണ്ടു. ഇനി നമ്മൾ കുറച്ച് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്കുള്ള ഗ്രാഫ് അങ്ങ് കണ്ടാലോ. അപ്പം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലേ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. TP AP MP അല്ലേ, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടുകളാണ് അതിൻ്റെ ടോട്ടൽ പ്രൊഡക്റ്റിൽ പറയുന്നത്. ഈ ടോട്ടൽ പ്രൊഡക്റ്റിനെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, നമ്പർ ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് AP അല്ലേ, ആവറേജ് പ്രൊഡക്റ്റ്. ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഒരു എക്സ്ട്രാ യൂണിറ്റ് വേരിയബിൾ ഫാക്ടർ ഇൻക്രീസ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിലുണ്ടായ ചേഞ്ച് ആണ് മാർജിനൽ പ്രൊഡക്റ്റിൽ വരുന്നത്. ഇവരുടെ ഗ്രാഫ് നോക്കിക്കേ, ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ്, ആവറേജ് പ്രൊഡക്റ്റിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ്, മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഈ ഒരു ഗ്രാഫിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആണ് സംഭവിക്കുന്നത്. ഇത് സ്റ്റേജ് 1, ഇത് സ്റ്റേജ് 2, ഇത് സ്റ്റേജ് 3. ഓക്കെ, സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? സ്റ്റേജ് 1 നോക്കിയേ മക്കളെ, സ്റ്റേജ് 1 നോക്കിയേ. സ്റ്റേജ് 1 എന്ത് സംഭവിക്കുന്നു? സ്റ്റേജ് 1 ഇവിടെ വരെയാണുള്ളത്. അവിടെ നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ആവുകയാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവുകയാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. കുത്തനെയല്ലേ കൂടുന്നത്, പെട്ടെന്നാണ് അത് ഇൻക്രീസ് ആകുന്നത്. അതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തെ കേസിലേക്ക് രണ്ടാമത്തെ നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യമേ ഇൻക്രീസ് ആകുന്നുണ്ട്. ദെൻ അതിൻ്റെ മാക്സിമത്തിലെത്തിയിട്ട് ഡിക്ലൈൻ ആകാൻ തുടങ്ങുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യമേ ഇൻക്രീസ് ആകുന്നു. ദെൻ അതിൻ്റെ മാക്സിമത്തിലെത്തിയിട്ട് അതിൻ്റെ മാക്സിമം പോയിന്റിൽ എത്തിയിട്ട് അത് ഡിക്ലൈൻ ആകുകയാണ്. ഓക്കെ, ദെൻ ആവറേജ് പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു? ആവറേജ് പ്രൊഡക്റ്റിന്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവുകയാണ്. സ്റ്റേജ് 1 എൻഡ് ചെയ്യുമ്പം ആവറേജ് പ്രൊഡക്റ്റ് അതിൻ്റെ മാക്സിമത്തിലെത്തുന്നു. സ്റ്റേജ് 2ലേക്ക് പോകുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് സ്റ്റിൽ ഇൻക്രീസിങ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അറ്റ് എ ഡിമിനിഷൻ റേറ്റ്. വലുതായിട്ടൊന്നും കൂടുന്നില്ല, ഇൻക്രീസിങ് ഉണ്ട്, അറ്റ് എ ഡിമിനിഷൻ റേറ്റ് ആണ്. ചെറിയ അളവിൽ മാത്രമേ അത് കൂടുന്നുള്ളൂ. ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? കുറയാനായിട്ട് തുടങ്ങുന്നു. മാർജിനൽ പ്രൊഡക്റ്റിന്റെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ ആവറേജ് പ്രൊഡക്റ്റ് കുറയാനായിട്ട് തുടങ്ങുന്നു അല്ലേ. ആവറേജ് പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആകുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആയി അതെന്താണ്? ആ ഒരു സ്റ്റേജ് കഴിയുമ്പം അത് അവിടെ എന്ത് സംഭവിക്കുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് അവിടെ 0 ആകുന്നു അല്ലേ. മാർജിനൽ പ്രൊഡക്റ്റ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നു അല്ലേ. മാർജിനൽ പ്രൊഡക്റ്റ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 0 ആകുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ് അതിൻ്റെ മാക്സിമത്തിലെത്തുന്നു അല്ലേ. സ്റ്റേജ് 2 കഴിയുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിലെത്തുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് 0 ആകുന്നു. ആവറേജ് പ്രൊഡക്റ്റ് കുറയുന്നു. സ്റ്റേജ് 3 എന്ത് സംഭവിക്കും? ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസിങ് ആണ്. ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുന്നു.
ആവറേജ് പ്രൊഡക്റ്റ് കുറയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും സീറോ ആകുന്നില്ല. മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ്. ഫസ്റ്റ് സ്റ്റേജിനെ എന്ത് വിളിക്കും? എല്ലാവരും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇൻക്രീസിങ് റിട്ടേൺ എന്ന് വിളിക്കും. രണ്ടാമത്തെ സ്റ്റേജിനെ എന്ത് വിളിക്കും? എല്ലാവരും കുറയുന്നത് കൊണ്ട് ഡിമിനിഷിങ് റിട്ടേൺ എന്ന് വിളിക്കും. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേജിനെ എന്ത് വിളിക്കും? നെഗറ്റീവ് റിട്ടേൺസ് എന്ന് വിളിക്കും. അങ്ങനെയാണ് പേരുകൾ വരുന്നത് മക്കളെ. ഇവിടെ റിലേഷൻഷിപ്പ് പഠിക്കണം. ഈ TP, AP, MP തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കണം. വെൻ TP ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, MP ഓൾസോ ഇൻക്രീസസ്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? TP ഇൻക്രീസ് ആകുന്നുണ്ട് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് അല്ലെ. TP ഇൻക്രീസ് ആകുന്നു ഒരു ഇൻക്രീസിങ് റേറ്റ് അല്ലെ. TP ഇൻക്രീസ് ആകുന്നു അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ മാർജിനൽ പ്രൊഡക്റ്റും ഇൻക്രീസ് ആകുന്നു. ഓക്കെ, രണ്ടാമത് എന്താണ്? TP ഇൻക്രീസിങ് ആസ് എ ഡിമിനിഷിങ് റേറ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആകുന്നു. TP രണ്ടാമത്തെ സ്റ്റേജിൽ ഡിമിനിഷിങ് റേറ്റ് ഇൻക്രീസ് ആകുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് ഡിമിനിഷിങ് ആകുന്നു. ദെൻ എന്താ സംഭവിക്കുന്നത്? വെൻ TP റീച്ചസ് ഇസ് മാക്സിമം, മാർജിനൽ പ്രൊഡക്റ്റ് ബിക്കം സീറോ. TP അയാളുടെ മാക്സിമത്തിൽ എത്തുമ്പോൾ, TP അതിന്റെ മാക്സിമം പോയിന്റ് എത്തുമ്പോൾ MP സീറോ ആകുന്നു. വെൻ TP begins to decline, MP become നെഗറ്റീവ്. ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നു. ഈ റിലേഷൻഷിപ്പ് പഠിക്കണം. ഈ ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ റിലേഷൻഷിപ്പ് എഴുതാനായിട്ട് പഠിക്കണം കേട്ടോ. ഗ്രാഫ്, ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ഈ TP, AP, MP യുടെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് പഠിക്കാതെ ആരും പോകരുത്. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP, ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? AP ഇൻക്രീസസ് വെൻ MP ഈസ് ഗ്രേറ്റർ ദാൻ AP. MP APയെക്കാളും കൂടുതലായിരിക്കുന്ന സമയത്ത് AP കൂടുന്നു. നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു മക്കളെ? AP കൂടുന്നു, MPയും കൂടുന്നു. ആരാണ് ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ളത്? ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ളത് MP ആണ് അല്ലേ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? AP ഇൻക്രീസസ്. AP കൂടുന്ന സമയത്ത് MP ആണ് ഏറ്റവും വലിയ ഡിജിറ്റ്. MPയുടെ ഗ്രാഫ് നോക്കിക്കേ, MPയുടെ ഗ്രാഫ് APയുടെ ഗ്രാഫിനെക്കാളും മുകളിലാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ AP ഇൻക്രീസസ്, AP ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് MP ഈസ് ഗ്രേറ്റർ ദാൻ AP. ഓക്കെ, AP ഈസ് കോൺസ്റ്റന്റ് ആൻഡ് അറ്റ് ഇറ്റ്സ് മാക്സിമം പോയിന്റ് വെൻ MP ആൻഡ് AP ഈക്വൽ. MPയും APയും ഈക്വൽ ആകുമ്പോഴാണ് അല്ലെ. MP APയും കൂട്ടിമുട്ട് നോക്കിയേ, മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റിന്റെ കർവ്സ് തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്താണ് ആവറേജ് പ്രൊഡക്റ്റ് അതിന്റെ ഏറ്റവും മാക്സിമത്തിൽ, ഏറ്റവും ഹയസ്റ്റ് വാല്യൂയിലുള്ളത്. ദെൻ AP falls when MP is less than AP. AP കുറയുന്ന സമയത്ത് MPയുടെ ഗ്രാഫ് APയുടെ ഗ്രാഫിനേക്കാളും താഴെയാണ്. MP കുറഞ്ഞിരിക്കുന്നു. ദെൻ MP may be positive, negative or zero, but AP always positive. നോക്കിക്കേ, മാർജിനൽ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആകുന്നുണ്ട്, സീറോ ആകുന്നുണ്ട്, നെഗറ്റീവ് ആകുന്നുണ്ട്. പക്ഷെ ആവറേജ് പ്രൊഡക്റ്റ് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ഒരിക്കലും സീറോ ആൻഡ് നെഗറ്റീവ് ആകുന്നില്ല. ഷോർട്ട് റൺ കോസ്റ്റ് കർവ്. ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിലെ കോസ്റ്റ് കർവ്സ് ഏതൊക്കെയാണ് അല്ലെ? ടോട്ടൽ കോസ്റ്റിന് രണ്ട് എന്താണ് സെപ്പറേഷൻസ് ഉണ്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും അല്ലെ. ടോട്ടൽ വേരിയബിൾ ഫാക്ടേഴ്സ്, ഔട്ട്പുട്ട് ചേഞ്ച് ആകുന്ന അനുസരിച്ച് കോസ്റ്റിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ദെൻ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ടിന് ചേഞ്ച് അനുസരിച്ച് വരുന്നില്ല. സാലറി, റെന്റ് ഒക്കെ, ഡിപ്രീസിയേഷൻ ഒക്കെ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇതിനോട് കൂട്ടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു അല്ലേ. TVC പ്ലസ് TFC ഇസിക്കൽ ടു TC. TFC ഫിക്സഡ് അല്ലേ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയതുകൊണ്ട് അതിന് യാതൊരു ചേഞ്ച് ഇല്ല. ഔട്ട്പുട്ടിന് ചേഞ്ച് അനുസരിച്ച് യാതൊരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് അതൊരു ഹൊറിസോണ്ടലി സ്ട്രെയിറ്റ് ലൈൻ ആണ്. വേരിയബിൾ കോസ്റ്റ് എന്താണ്? ഔട്ട്പുട്ട് സീറോ ആകുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാകുന്നില്ല. അതായത് നമ്മുടെ പ്രൊഡക്ഷൻസ് ഒന്നും നടക്കുന്നില്ല എങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ആകുന്നു. ദെൻ എന്താണ്? ഔട്ട്പുട്ട് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ആകുന്നു. അപ്പോൾ എന്താണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കൂടെ കൂട്ടുന്നതാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നു. എന്താണ് ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്? ഈ ഗ്യാപ്പ് എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കൂടെ കൂട്ടി കഴിയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാണ് ഇത്. ഇതെന്താണ്? ഈ ഒരു ഗ്രാഫിനകത്ത് കാണിക്കുന്നത് ഷോർട്ട് റൺ കോസ്റ്റുകൾ അല്ലേ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി എന്താണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓർ
ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? ആവറേജ് കോസ്റ്റ്. ദെൻ മാർജിനൽ കോസ്റ്റ് എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഓഫ് n മൈനസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രീവിയസ് യൂണിറ്റ്. ഓക്കെ, ഇത് നമുക്ക് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ആവറേജ് കോസ്റ്റിനെ SAC എന്ന് വിളിക്കാം. SAC ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിനെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കാം. SMC എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ദെൻ മാർജിനൽ കോസ്റ്റ് ഓർ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കാം. AFC ഉണ്ട്. AFC എന്താണ്? ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ് AFC. AFCയുടെ ഷേപ്പ് എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതൊക്കെയാണ്? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും SMCയും AVCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. SMC ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, പിന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് കേർവ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. AVC ആൻഡ് SMC ഇനിഷ്യലി ഫോൾസ് ലേറ്റർ റൈസസ്. ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫും അതുപോലെ തന്നെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റിന്റെ ഗ്രാഫ് നോക്കിക്കേ. ഈ റെഡ് ഗ്രാഫ് ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് എന്ത് സംഭവിക്കുന്നു? ഏതാണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഫസ്റ്റ് കുറയുന്നു, ദെൻ കൂടുന്നു, ഫസ്റ്റ് ഫോൾ ദെൻ റൈസസ്. SMCയുടെ ഗ്രാഫോ ആവറേജ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ആദ്യമേ അതും കുറയുകയാണ്, ദെൻ അത് ഇൻക്രീസ് ആകുന്നു. When AVC falls, MC will be less than AVC. അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയുന്ന സമയത്ത് മാർജിനൽ കോസ്റ്റിനാണ് ഏറ്റവും ചെറുത്. നോക്കിക്കേ, ഈ ഒരു ഗ്രാഫ് കുറയുന്നു. അതായത് ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയല്ലേ? A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഗ്രാഫ് നീങ്ങുമ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയാണ്. ആ സമയത്ത് ആ ഗ്രാഫിനെക്കാട്ടിലും താഴെയല്ലേ SMCയുടെ ഗ്രാഫ്? SMC ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റിന്റെ ഗ്രാഫ് അതിലും താഴെയല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ AVC ഫോൾസ്, AVCയുടെ ഗ്രാഫ് കുറയുന്ന സമയത്ത് മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനെക്കാട്ടിലും താഴെയായിരിക്കും, കുറവായിരിക്കും. വെൻ AVC റൈസസ്, നോക്കിക്കേ, ഈ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് C എന്ന് പറയുന്ന പോയിന്റിലേക്ക് എന്ത് സംഭവിക്കുന്നു? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂടുന്നു. ആ സമയത്ത് എന്താണ്? മാർജിനൽ കോസ്റ്റിന്റെ ഗ്രാഫ് AVCയുടെ ഗ്രാഫിനെക്കാളും കൂടുതലാണ്. അതാണ് മാർജിനൽ കോസ്റ്റ് AVCയെക്കാളും കൂടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. വെൻ AVC റൈസസ്, SMC വിൽ ബി മോർ ദാൻ AVC. അടുത്തത് MC കട്ട് ദ മിനിമം പോയിന്റ് ഓഫ് AVC ഫ്രം ബിലോ. ഏറ്റവും ചെറിയ മിനിമം പോയിന്റ്, അതായത് AVC ഗ്രാഫിന്റെ മിനിമം പോയിന്റ് ആണ് ഈ പോയിന്റ്. ആ പോയിന്റിൽ വെച്ചാണ് SMC ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റിന്റെ കർവ് അതിനെ കട്ട് ചെയ്യുന്നത്. AVCയുടെ മിനിമം പോയിന്റിലാണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റിന്റെ കർവ് AVCനെ കട്ട് ചെയ്യുന്നത്. അത് എവിടെ നിന്ന് വന്നാണ്? താഴെ നിന്ന് വന്നാണ് കട്ട് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് MC കട്ട് ദ മിനിമം പോയിന്റ് ഓഫ് AVC. AVCയുടെ മിനിമം പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യുന്നു. എവിടെ നിന്ന്? ഫ്രം ബിലോ, താഴെ നിന്ന് വന്ന. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. SACയും AVCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇപ്പം SACയും AVCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. SAC ഏതാണ്? SAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോട്ടൽ കോസ്റ്റ് ആണ്. SAC അല്ലെങ്കിൽ AC എന്ന് പറയും. ദെൻ ഈ ആവറേജ് കോസ്റ്റും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ ഒരു റെഡും ഇതും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഈ രണ്ട് ഗ്രാഫുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയേ. The difference between SAC and AVC curve will be equal to AFC of that output. അതായത് നമ്മുടെ എന്താണ്? ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? AFCയും AVCയുടെ കൂട്ടുന്നതാണ്. അപ്പം AC അതായത് SAC ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൽ നിന്ന് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ AFC കിട്ടും. ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് നമ്മൾ ഓർത്തെ
ആവറേജ് കോസ്റ്റ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ് നമ്മളൊരു ഇക്വേഷൻ എഴുതിയല്ലേ? ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും കൂട്ടുന്നതാണ്. അപ്പം ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൽ നിന്ന് AFC കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ AFC കിട്ടും. ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് AVC ഡിക്രീസസ് അറ്റ് ദ ഔട്ട്പുട്ട് ഇൻക്രീസസ്. അതായത് ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് ഇവരുടെ ഡിഫറൻസ് കുറഞ്ഞുകൊണ്ട് വരും. മിനിമം പോയിന്റ് ഓഫ് AVC ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ മിനിമം പോയിന്റ് ഓഫ് SAC. AVCയുടെ മിനിമം പോയിന്റ് ഏതാണ്? AVCയുടെ മിനിമം പോയിന്റ് ഇതാണ്. SMCയുടെ മിനിമം പോയിന്റ് ഇതാണ്. അതിന് ലെഫ്റ്റ് ആയിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ലോങ് റണ്ണിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു ലോങ് റൺ കോസ്റ്റ് കർവ്സ് ആണ് ഏത്? LRMCയും LRACയും. ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റും. ഇവരുടെ റിലേഷൻഷിപ്പ് പഠിക്കുകയാണെങ്കിൽ മറ്റേ റിലേഷൻഷിപ്പ് എന്താണ്? SACയും അതുപോലെ തന്നെ SMCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് LRMCക്കും LRACക്കും ഉള്ളത്. ഓക്കെ, ഇവിടെ ഏതൊക്കെ കോസ്റ്റ് ഉള്ളൂ? LRAC, ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ലോങ് റൺ ടോട്ടൽ കോസ്റ്റ്, ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. 3 കോസ്റ്റേ ഉള്ളൂ. മറ്റേ റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. കോസ്റ്റുകൾക്ക് പേരുകൾക്ക് മാറ്റമെന്ന് ഉള്ളൂ. ഓക്കെ, ദെൻ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റില് പ്രൈസ് ലൈനും മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും, അതായത് മാർക്കറ്റിലെ പ്രൈസും ആവറേജ് റവന്യൂ ആണ്. ആവറേജ് കോസ്റ്റ് അല്ല, ആവറേജ് റവന്യൂ. AR ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ മാർക്കറ്റ് പ്രൈസും ഈക്വൽ ആയിരിക്കും. പ്രൈസ് ലൈൻ ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു AR. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ഗ്രാഫാണ് ഒരു ഷോർട്ട് റണ്ണിലേത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? P ഈസ് ഈക്വൽ ടു MC. ഷോർട്ട് റൺ പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റാണ്, ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് എന്ത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ്. ആ പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? ഈ MCയുടെ കർവും ഈ മാർക്കറ്റ് പ്രൈസ് ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്നു. അതാണ് P ഈസ് ഈക്വൽ ടു MC എന്ന് പറയുന്നത്. 2, MC curve is നോൺ ഡിക്രീസിങ്. MC curve കുറയുന്നില്ല, MC curve ആ പോയിന്റിൽ കൂടുന്നു. ആ പോയിന്റിൽ MC curve കൂടുകയാണ്, റൈസിങ് ആണ്. അല്ലെങ്കിൽ പറയാം MC curve MR curveനെ താഴെ നിന്ന് കട്ട് ചെയ്യുന്നു. ഈ MR curveനെ MC curve താഴെ നിന്ന് വന്നാണ് കട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കൂടുതലായിരിക്കും. ഇതാണ് 3 കണ്ടീഷൻസ്. ഷോർട്ട് റണ്ണിലെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ഗ്രാഫ് ഇതാണ്. ഇത് കണ്ടീഷൻസ് ചേഞ്ച് ആകും. ലോങ് റൺ ആണെങ്കിൽ ഫസ്റ്റ് 2 കണ്ടീഷൻ സെയിം തന്നെയാണ്. മൂന്നാമത്തെ കണ്ടീഷൻ മാത്രം ചേഞ്ച് ആകും. മാർക്കറ്റ് പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഒരു കണ്ടീഷൻ മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ. അവിടെ വേരിയബിൾ കോസ്റ്റോ ഫിക്സഡ് കോസ്റ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് മാർക്കറ്റ് പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്ന് ഉള്ളത്. ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഗ്രാഫാണ് അല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കാനുള്ളത്. 2 സെക്ടർ എക്കണോമി അല്ലെങ്കിൽ സിമ്പിൾ എക്കണോമിയിലെ എന്താണ്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. അവിടെ ഹൗസ് ഹോൾഡും ഫേം മാത്രമേ ഉള്ളൂ. ഹൗസ് ഹോൾഡ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സ്. അപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് മൂവ് ചെയ്യുന്നു. ഫേം അത് യൂസ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗുഡ്സ് ആൻഡ് സർവീസ് ഫേം ആർക്ക് വിൽക്കുന്നു? ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേം വാങ്ങുന്നതിന് പകരമായി ഫാക്ടർ പേയ്മെന്റ് ആരിലേക്ക് പോകുന്നു? ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നു. ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നതിന്റെ പേയ്മെന്റ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോകുന്നു. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ത് ഫ്ലോ ആണ്? അത് റിയൽ ഫ്ലോ ആണ്. 2 എന്ത് ഫ്ലോ ആണ്? 2 എന്ന് പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയതുകൊണ്ട് മണി ഫ്ലോ ആണ്. 3 എന്താണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അത് മണി ഫ്ലോ ആണ്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ മൂവ്മെന്റ് ആയതുകൊണ്ട് അത് റിയൽ ഫ്ലോ ആണ്. റിയൽ ഫ്ലോ, മണി ഫ്ലോ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറ് ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ള നിങ്ങളുടെ ഗ്രാഫുകളായിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.